ഹലോ, ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പകുതി ചേനയും ഒരു വാഴയ്ക്കയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് വേവിക്കാൻ വേണ്ടി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു കുക്കറിലേക്ക് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച 1/4 കപ്പ് കടല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. കൂട്ടുകറിക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നതിനായി ചിരകിയ തേങ്ങ ഒരു 1/4 കപ്പ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചേനയും അതുപോലെ വാഴയ്ക്കയും വെന്തോ എന്ന് നോക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാവേ. ഒരു പാനിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് 3-4 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ഫ്രൈ ചെയ്തിരിക്കുന്ന തേങ്ങ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.